അറിവിന്റെ മുകളിലായിരുന്നു അബൂ ഹാമിദുൽ ഗസാലി. പഠിച്ച് വലിയ മദ്രസത്തുൻ നിളാമിയയിലെ പ്രിൻസിപ്പളായിരുന്നു. മദ്രസത്തുൻ നിളാമിയയുടെ ചരിത്രത്തിലെ ഈ മദ്രസത്തുൻ നിളാമിയെ ഒന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു 10 അത്രയുള്ള സ്ഥാപനമായിരുന്നു അക്കാലത്ത് മദ്രസത്തുൻ നിളാമിയ. അതിൻ്റെ പ്രിൻസിപ്പാൾ 40 വയസ്സാകാത്ത ഒരാൾ അവിടെ പ്രിൻസിപ്പാൾ ആവൂല. എന്നാൽ 25-ാം വയസ്സിൽ അവിടെ പ്രിൻസിപ്പാളാണ് ഇമാം ഗസാലി. AD 1058 ജനനം. AD 1096 വരെയും പിന്നെ 25-ാമത്തെ വയസ്സ് മുതൽ, ഒരഭിപ്രായം 23 വയസ്സ് മുതൽ അവിടെ നമ്മുടെ പ്രിൻസിപ്പാളായി. ചിന്തിക്ക്. ഒരഭിപ്രായം AD 1081, ഒരഭിപ്രായം 83. AD 1083 അല്ല 81 അവിടെ പ്രിൻസിപ്പാളായി ഇമാം ഗസാലി. ഒക്കെ പറ ഇമാം ഗസാലി ആരാണ്? ഇമാം ഗസാലി മുജദ്ദിദുൽ ഖർനിൽ ഖാമിസി, 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ്. ബിലാ ശക്കിൻ വലാ റൈബിൻ. മുസ്ലിം ലോകത്തിന് ഇതിൽ സംശയം ഇല്ല. അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം വകുല്ലുഹും മിർ റസൂൽ ലില്ലാഹി മുൽതമിസു ഗർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനൽ യമീ. ഹിജ്റ 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഇമാം ഗസാലി. AD 1081 അല്ല 83 അവിടെ പ്രിൻസിപ്പളായി. 1096 വരെ. അപ്പോഴത്തിന് ഷുഹറത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, രാജാക്കന്മാരൊക്കെ വന്നിട്ട് കാത്തു നിൽക്കും ഒന്ന് വർത്താനം പറയാൻ. ഷെയ്ഖിനെ കിട്ടൂല. അത്രയും വലിയ മുത്താലിമീങ്ങൾ എഴുതിയെടുക്കുന്നവർ. ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുക. രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ കൊണ്ടുവന്നിട്ട് പാരിതോഷികം കൊടുക്കും. വലിയ സ്വർണ്ണ ചെയിൻ അതൊക്കെ ഭാര്യയുടെ കഴുത്തിൽ കൊണ്ടുപോയിട്ടിട്ട് അവളെ കഴുത്ത് ഭാര്യയുടെ കഴുത്തൊന്ന് തൂങ്ങിപ്പോയി. അതൊരു അതിശോക്തി വാക്കാണെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ്? അത്രത്തോളം എന്ത് കിട്ടി? പാരിതോഷികം കിട്ടി. AD 1096 ആയപ്പോൾ മനസ്സിലായി, ഞാൻ ശരിയല്ലല്ലോ, ഞാൻ ആള് ശരിയില്ല, ഞാൻ പടച്ചോനാകാനാണ് ഇപ്പോൾ നടക്കുന്നത്, ഞാൻ പടപ്പാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയില്ല. ഞാനാണ് വലിയ ആൾ എല്ലാവരും വന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് വലിയ ആളാണെന്ന് ഞാനാണ് മനസ്സിലാക്കി. അപ്പം ഞാൻ പടച്ചോനാകാൻ നോക്കുകയാണ്, ഞാൻ പടപ്പാണ് എന്ന വിവരം ഇല്ലാതെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മദ്രസത്തുൻ നിളാമിയയിൽ നിന്ന് രാജിവെച്ചു. ആദ്യം രാജാവിനോട് പറഞ്ഞു ഞാൻ പോവാണ്. അപ്പോൾ രാജാവ് തമാശ വിചാരിച്ചു, കാരണം ഇത്രയും വലിയ സൗകര്യമുള്ള ഒരാൾ കൊടുക്കുന്നു. രാജാവ് തമാശ. പിന്നെ പറഞ്ഞു ഞാൻ ഹജ്ജിന് പോവാണ്. ഹജ്ജിന് പോവാന്ന് പറഞ്ഞപ്പോൾ രാജാവ് എതിർത്തില്ല, കാരണം ഹജ്ജിന് പോവല്ലേ. ഹജ്ജ് കഴിഞ്ഞാൽ ഞങ്ങൾ തൽക്കാലം ആരും വെക്കില്ല, നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞാൽ വേഗം തിരിച്ചു വരണം. കാരണം ഒസാരിരുന്ന കസേരയിൽ ഇനി ഒരാൾക്ക് ഇരിക്കാൻ കഴിയില്ല. റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയോ? ഹജ്ജിന് പോയില്ല. പോയി. എന്നാ പോയോ? പോയില്ല. എന്നാ പോയില്ലേ? പോയി. എന്നാ പോയോ? പോയില്ല. തെണ്ടാൻ പോയി. തെണ്ടി കരിപ്പടം പൊതിച്ച് തെണ്ടി. അക്കാലത്ത് എഴുതിയ മനസ്സിലായില്ല, പോയി. പിന്നെ ഏതോ നാട്ടുകൂടെ തെണ്ടി നടക്കും. റബ്ബിനെ മനസ്സിലാക്കാൻ ഈ അത്രയും വലിയ അധികാരത്തിലും സുഖത്തിലും സന്തോഷത്തിലും ഇരുന്നിട്ട് റബ്ബിനെ മനസ്സിലാക്കാൻ കഴിവില്ല എന്ന് ഈ മനുഷ്യനെ മനസ്സിലായപ്പോൾ തെണ്ടാൻ പോയി. തെണ്ടാൻ പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച തെണ്ടലല്ല, അങ്ങനെ പോകുന്നു. ഹജ്ജിന് പോയില്ലേ? പോയോ? പോയില്ല. അള്ളാനെ തിരിഞ്ഞിട്ട് ഹജ്ജിന് പോകും നേർച്ചയാക്കി. 11-ാമത്തെ കൊല്ലാണ് ഹജ്ജിനെത്തി. അപ്പോഴത്തേനും അള്ളാനെ തിരിഞ്ഞു. നമ്മളൊക്കെ തിരിഞ്ഞവരാണ്. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ സ്ഥലത്തില്ല. നിരീശ്വരവാദികൾ ഫുൾ നിരീശ്വരവാദികളാണ്, നമ്മൾ ഹാഫ് നിരീശ്വരവാദികളാണ്. ഇത്ര വ്യത്യാസമുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക പോയി അങ്ങനെ. പിന്നെ എവിടെയെങ്കിലും പള്ളിയുടെ ഹൗലങ്കരയിലെ സൈഡിൽ വന്ന് കിടക്കും. ഒരു കറുത്ത പാണ്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. കിതാബുകൾ എഴുതും, ഖുർആനിരുന്ന് പഠിക്കും. ഇങ്ങനെ നടക്കും. പള്ളിയിലെ മുഖ്യമാർ പാണ്ടക്കെട്ട് ഹൗലിൻ്റെ കരിയേക്ക് ഇങ്ങനെ തട്ടിയിടും. ഏതാ ഈ തന്ത? ഇതാരാ? ഈ ആളാരാ? പറയും ഇമാം ഗസാലി. ഇന്നാലിൻ്റെ നാട്ടിലുണ്ടെന്നല്ല രാജാക്കന്മാർ പടകെട്ടി പാഞ്ഞൊന്നുകൊണ്ടുപോകും. ആ ആളെയാണ് ആര് വലിച്ചിട്ട് പുറത്താക്കണത്?
മനസ്സിലായില്ല? പള്ളിൻ്റെ ഉള്ളിൽ കിടക്കാൻ മുക്രിമാർ സമ്മതിക്കൂല. അത് അന്നും സമ്മതിക്കൂല, ഇന്നും സമ്മതിക്കൂല. മുക്രിമാർക്ക് അങ്ങനത്തെ ഒരു കറാമത്തുണ്ട്. അതെ അതെ അതെ, കുറ്റല്ല കുറ്റല്ല കുറ്റല്ല. ചിന്തിക്ക്. കിതാബ് എഴുതും. കിതാബ് എഴുതിയ കിതാബിൻ്റെ രേഖകളടക്കം ചിലർ തട്ടിക്കളി. ഈ തന്ത എന്താ ഇവിടെ വന്ന് ഇങ്ങനെ എഴുതി കുത്തുന്നത്? ഇയാൾക്ക് എന്തിൻ്റെ കേട്? ആ കിതാബുകളാണ് ഇന്ന് ലോക പ്രശസ്തമായ കിതാബുകൾ. സുബ്ഹാനല്ലാഹ്. മഖാസിദുൽ ഫലാസഫ, തഹാഫത്തുൽ ഫലാസഫ, അതൊക്കെ ആ കാലത്ത് എഴുതിയ ഗ്രന്ഥങ്ങളാണ്. അതിന് മറുപടി പറയാൻ ഇന്ന് വരെ ഒരാൺകുട്ടി ലോകത്തിൽ ജനിച്ചിട്ടില്ല. 11ാമത്തെ കൊല്ലം ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിലെ പാറയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ അല്ലാഹു തആല വാതിൽ തുറന്നു കൊടുത്തു. വാതിൽ തുറന്നു. ഏത് വാതിൽ? 70 വാതിൽ തുറന്നാൻ എനിക്കല്ല ആരും അറിയാത്ത ഇൽമാൽ അതെന്നോറ്. ഉടമക്കാരൻ ആര്, അടിമ ആര്? ഉടമക്കാരനെ അറിഞ്ഞില്ലെങ്കിലും അടിമക്ക് അടിമയെ അറിയണം. ഉടമക്കാരിൽ നിന്ന് അടിമ എവിടെ നിൽക്കുന്നു എന്ന് അടിമക്ക് ബോധ്യപ്പെട്ടു. ബൈത്തുൽ മുഖദ്ദസിൽ ഒരു പാറയുണ്ട്. ആ പാറയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം അല്ലാഹു വാതിൽ തുറന്നു കൊടുത്തു. അപ്പോൾ എണീറ്റോടി മക്കയിലേക്ക് ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നു. ഇപ്പൊ തിരിഞ്ഞു, ഞാൻ ആരാന്ന് മനസ്സിലായി. മറ്റേ ഞാൻ റബ്ബാന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഞാൻ അടിമയാണെന്ന് മനസ്സിലാക്കി. ഒരു പാഠം പഠിപ്പിച്ചില്ല, ഒരു യൂണിവേഴ്സിറ്റിയിലും പ്രസംഗിച്ചില്ല. അക്കാലത്ത് അള്ളാനെ തിരിയാൻ നടന്നു. പിന്നെ ബഗ്ദാദിൽ AD 1106 ബഗ്ദാദിൽ തിരിച്ചെത്തി ബഹുമാനപ്പെട്ട മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി. പിന്നെ പ്രസംഗിച്ചതുമില്ല, ഒന്നുമില്ല. പിന്നെ അവിടെ ജീവിച്ചു 2 കൊല്ലം. പണ്ഡിതന്മാർ വന്ന് അവരെ മൊത്തേക്ക് നോക്കിയാൽ സംശയം മാറും. വർത്താനൊന്നും പറയില്ല. 30ഓളം വാല്യം ഉണ്ടായത് എഴുതിയിരുന്ന ഒരു മുഫസ്സിർ ഉണ്ടായിരുന്നു. ആ മുഫസ്സിറിൽ ഖുർആൻ വ്യാഖ്യാനം എഴുതിയപ്പോൾ ചില ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. ആ ഡൗട്ട്സ് ഗസാലിയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. അക്കാലത്ത് ഗസാലി ഇമാം ഗായിബ. എത്ര വാല്യമുള്ള തഫ്സീർ? എത്ര? 30 വാല്യമുള്ള ഖുർആൻ തഫ്സീറിന്റെ മുജല്ലദാത്തുകൾ എഴുതിയ ഒരു വലിയ ആലിമുൽ കബീർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗസാലി ഇമാമിനെ അന്വേഷിച്ച ഗസാലി ഇമാമിൽ നിന്ന് സംശയം തീർക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന കാലത്ത് ഗസാലി ഇമാം നാട്ടിലില്ല. ഗസാലി ഇമാം ഗായിബ എവിടെ പോയത് ആർക്കും അറിയില്ല. ഒരിക്കൽ ഡമാസ്കസിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വിവരം കിട്ടി ഗസാലി ഇമാം ബഗ്ദാദിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ കാഫില കിട്ടി ബഗ്ദാദിലേക്ക്. അങ്ങനെ ബഗ്ദാദിൽ ചെന്നു. പള്ളിയുടെ ഹൗദിൽ പോയി ഒതു കൊടുത്തു. പള്ളിയിൽ കയറി. ഗസാലി ഇമാം പള്ളിയിലുണ്ട്. ആ മുഖത്തേക്ക് നോക്കി. ആ ഷക്ക് ഒറ്റ നോട്ടത്തിൽ അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു. വർത്താനം പറയുന്നില്ല, എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. അമ്മോ സംശയം നീ പോയി. അമ്മോത്തേക്ക് നോക്കിയാൽ മതി, ഒറ്റ നോട്ടം. പിന്നെ ഞാൻ എന്തിനു വന്നതായി പോയി. ഗസാലി ഇമാമിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഈ പണ്ഡിതന് പിന്നെ ആ സംശയം പറയും ഇല്ല ഇല്ല. എന്ത്? ആ മുഖത്ത് അല്ലാഹു തആല അത്രയും വലിയ ഈമാൻ വെച്ചു. അറിവില്ലായ്മയെ പഠിച്ചപ്പോൾ അള്ളാഹുക്ക് അറിവ് കൊടുത്തു. ഇതൊക്കെ മനസ്സിലാക്കണം. അറിവിനേക്കാൾ വലിയ ഒരു കറാമത്തില്ല. ആ അറിവ് കസ്ബിയായ അറിവല്ല. കസ്ബിയായ അറിവ് തന്നെ. പക്ഷെ ഔലിയാക്കളുടെ കസ്ബിയായ അറിവല്ല. അവരധ്വാനിച്ചുണ്ടാക്കിയ അറിവൊന്നുമല്ല, ഒരറിവാ. ആ അറിവ് ഹക്ക. എന്തുകൊണ്ട്? അവർക്ക് അള്ളാഹുമായി അത്ര വലിയ ബന്ധമാണ്. ولنا الولاية من لست بربكم فإمامنا المهدي فهو ختامنا ولنا الولاية من لست بربكم ألست بربكم എന്ന് റബ്ബ് എന്നോട് ചോദിച്ച ആ സമയം മുതലേ ഞാൻ വലിയായിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി. അപ്പോഴോ അവർക്ക് അറിവിൻ്റെ ആവശ്യമില്ല. നിറവാണ്. അവർക്ക് അറിവില്ല, അറിവല്ല, നിറവാണ്.
فكالنبيين في خلق وفي خلق ولم يدانوه في علم ولا كرم وكلهم من رسول لله ملتمس غرفا من البحر أو رشفا من الديم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم مولاي صل وسلم. അവർക്ക് അള്ളാഹു അത് ദാനമായി നൽകിയ അറിവാണ്. അതാണ് യഥാർത്ഥ അറിവ്. അവരുണ്ടാകുമ്പോൾ ലോകം മുഴുവനും ഇൽമ പരക്കും. ഇൽമ വന്നാലോ അതിൽ വരും, ഇൽമില്ലെങ്കിലോ അതിലുണ്ടാവില്ല. ഇൽമ ജസദിന് കിട്ടിയാൽ ജസദിന് ഇൽമ കിട്ടും. ഉത്തറാക്കയും റൂഹിലേക്ക് ഇറങ്ങൂല. അവസാന കാലത്തെ മനുഷ്യന്മാർക്കൊക്കെ ജസദിനായിരിക്കും ഇൽമ. ഇവിടുന്ന് അങ്ങോട്ട് ഇൽമുണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ട് ഇൽമുണ്ടാവില്ല. നിങ്ങൾക്ക് നേരം വൈകിട്ടുണ്ടോ? നിങ്ങൾ നേരം വൈകിട്ടുണ്ടോ? സമയമില്ല. നിങ്ങൾക്ക് നേരം വൈകിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. നല്ലോണം ചിന്തിക്കണം, പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. സമയത്തിനല്ല ഈ അറിവ്. ഈ അറിവ് നിങ്ങളെ തലയൊക്കെ കയറുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അല്ലെങ്കിൽ നിർത്തും. സമയം ഉണ്ടായാലും എനിക്ക് കണക്കാണ്, സമയം ഇല്ലെങ്കിലും എനിക്ക് കണക്കാണ്. ഞാൻ സമയത്തിന് പ്രസംഗിക്കാൻ വന്ന ആളേ അല്ല. ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം നിങ്ങൾ ശരിക്ക് കേട്ട് മനസ്സിലാക്കണം. ഞാനിത് വെറുതെ പറയുന്ന വിവരമാണെന്ന് വിചാരിച്ച് സംസാരിക്കേണ്ടിയിരിക്കും വേണ്ട. ഞാനിതൊക്കെ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് പറയുന്ന ഒരു വേളാണ്. നിങ്ങൾ തമാശ പറയല്ല. ദുനിയാവാകെ നാശത്തിന് ഒരുങ്ങി നടക്കുക. മനുഷ്യന്മാർക്ക് ഇരുട്ടാണ് ആവശ്യം, വെളിച്ചല്ല. തലയെ കെട്ടിയവർ വരെ ഇരുട്ടിന് വിൽക്കുന്ന കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അവരെല്ലാം ദുൽമത്തിലേക്ക് ഓടുക. അങ്ങനത്തെ ഒരു കാലമാണ്. അള്ളാഹു നമ്മൾ എല്ലാവരും എന്നല്ല, അവരും ആ കൂട്ടത്തിലുണ്ട് എന്നർത്ഥം. വളരെ ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇനി നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഒന്നും പറയല്ല. ഞാൻ അങ്ങനെ ഉണ്ടല്ലോ, ഒരു സ്ഥാനത്തിരുന്നാൽ ഇരിക്കണം, വർത്താനം പറയേണ്ടത് കൊണ്ട് വിചാരിയാണ്. അഹങ്കാരം നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ പാറ പൊട്ടിക്കാതെ ഒരിക്കലും കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ പാറ പൊട്ടിച്ചിട്ട് തന്നെ വേണം. ഇടിപെട്ടാതെ ഒരിക്കലും ഭൂമി ഫലഭൂയിഷ്ടമാവില്ല. മനസ്സിലായില്ലേ? ചിലടത്ത് കിബറും പറയേണ്ടി വരും. പ്രത്യക്ഷത്തിൽ ഇത് കിബറ, പക്ഷെ അതോടെ പറയൽ നിർബന്ധമാണ്. ചിന്തിക്കണം, തല കൊടുത്ത് ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ ആരിഫിങ് ഏറ്റവും വലിയ വലിപ്പത്തരം ഇൽമ. അത് ഇവിടുന്ന് കിട്ടി, അള്ളാഹു ഇഷ്ടപ്പെട്ട് കൊടുത്തു, അതവർ വിറ്റില്ല. അവസാന കാലഘട്ടത്തിലെ ഇൽമ എന്ന് പറഞ്ഞാൽ റബ്ബർ പോലെയാണ്. റബ്ബറിൻ്റെ പേര് മുകളിലാണ്. ഏറ്റവും നല്ല ഇനം റബ്ബർ 105. നിലമ്പൂർ റബ്ബറിൻ്റെ നാട്. എൻ്റെ വാപ്പാക്കും ഉണ്ടായിരുന്നു. വാപ്പ മരിച്ചുപോയി. അപ്പോൾ വാപ്പ ഈ റബ്ബർ കൃഷി നടത്തുന്ന കാലത്ത് ഇങ്ങനെ പറയും, തമാശ പറയുമ്പോൾ പറയും, എടാ 105 റബ്ബർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ വിചാരിച്ച്? എന്തേ വാപ്പ? എടാ 105 റബ്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ 100 തൈ കൊണ്ട് കുഴിച്ചിട്ടാൽ അവസാനം വെട്ടം ചെല്ലുമ്പോൾ 5 എണ്ണേ ബാക്കിയാവുള്ളൂ. ബാക്കിയൊക്കെ വേരില്ലാത്തതുകൊണ്ട് കാറ്റിൽ പൊഴിഞ്ഞെടുക്കും. അതായത് വേര് താഴെ, വേര് മുകളിലാണ്. ഇതാണ് ആഖിർ സമാനിലെ അറിവ്. ഒക്കെ മേലെയാണ്. യഖ്റഊനൽ ഖുർആൻ. അവസാന കാലഘട്ടത്തിലെ ജനങ്ങൾ ഖുർആനോടും ലാ യുജാവിസു തറാഖിയും അവരെ തൊണ്ടക്കുഴിയിൽ ഇറങ്ങുകയില്ല. അഥവാ റൂഹുമായി ഈ ഇൽമിന് ബന്ധം ഇല്ല. റൂഹും ഇൽമും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഖൽബും ഇൽമും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ചിന്തിക്ക്. കൽബിന്റെ വാതിൽ തുറന്നാലോ അർശിന്റെ വിവരം വേണമെങ്കിൽ കിട്ടും. അർശിന്റെ വിവരം കിട്ടും. അബ്ദുല്ലാഹിൽ ബജ്ലി എന്നൊരു മഹാനുണ്ടായിരുന്നു. അവർ മഹാനായ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസിയുടെ ശിഷ്യനാണ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്നാണ് ഉസ്താദിനോട്. ഉസ്താദ് വലിയ ഷേഖ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹിൽ ബജ്ലി എന്ന ഈ മഹാൻ പോയി എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മുകളിലേക്ക് നോക്ക്. മുകളിലേക്ക് നോക്കി അർശിലെ എഴുത്ത് വായിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ശിഷ്യനെ ഉയർത്തി. അന്ന് മുതൽ അദ്ദേഹം അബ്ദുള്ള എന്ന പേരിൽ നിന്ന് മാറിയിട്ട് യാഖൂത്തുൽ അർശ് എന്ന പേരിൽ അറിയപ്പെട്ടു. ആ മഹാന്റെ ഖബർ അലക്സാണ്ട്രിയയിലാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഇരുന്നാൽ എവിടെ കാണും? ഇവിടെ ഇരുന്നാൽ എന്ത് കാണും? കാണും. എന്തുകൊണ്ട്? അതാണ് അറിവ്. കിസ്ബി അറിവല്ല. എന്ത് വേണം? മുളക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് മുളക്കണം. നമ്മളത് ഇവിടെയാണ് അറിവ്. ഇവിടെ ഇറങ്ങൂല. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇതെന്നെ ഇവിടെ ഇങ്ങനെ കളിക്കും അറിവ്.
അക്കാലത്ത് വായ നിറച്ച് പ്രസംഗിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രഭാഷകർ ഖുർആനോടും പക്ഷെ ഇവിടെ ഇറങ്ങൂല. ഖുർആൻ ഏതായാലും ഇങ്ങോട്ട് ഇറങ്ങൂലല്ലോ. ഇത് ചായയാണ്. ചായ ഇങ്ങോട്ട് ഇറങ്ങും പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. ഖുർആൻ ഇങ്ങോട്ട് ഇറങ്ങും പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങൂല, ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. ഇത് രണ്ടും ഇറങ്ങും. ചായയും ഇറങ്ങും എന്ന് പറയും മനുഷ്യന്മാരെ. ഖുർആൻ ഇറങ്ങും, ചായ ഇങ്ങോട്ട് ഇറങ്ങും, ഖുർആൻ ഇങ്ങോട്ട് ഇറങ്ങൂല. അവസാന കാലത്ത് ആളുകളുടെ വിവരം ഇവിടെ അങ്ങനെ ഇറങ്ങും. ചില ഫാനുകൾ കണ്ടിട്ടില്ലേ, അടിയിൽ നോക്കി കാറ്റിട്ടൂല, ഇങ്ങനെ ചുമരുമ്പോൾ കൂടെയുള്ള എന്താ പറയുക, കലണ്ടറൊക്കെ പെട്ടപ്പെടാന്ന് പറയും. ഒന്ന് പറയും മനുഷ്യന്മാരെ, മനസ്സിലാവണില്ലേ? ഇതന്നെ അത് ഇറങ്ങൂല. തൊണ്ടൻകുഴിയിലേക്ക് ഇറങ്ങൂല, ഇവിടെ ഇറങ്ങൂല. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അതെന്താ ഇവിടെ അറസ്റ്റ്? എനിക്ക് വന്ന് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ നീ സുശുദ്ധീകരിച്ച് സൗകര്യപ്പെടുത്തി എന്ന് എനിക്ക് താമസിക്കാൻ പറ്റിയ വീട് നീ ശരിപ്പെടുത്തി വെക്കുക. ഫഖാല, അപ്പോൾ മുസാ നബി ചോദിച്ചു, കൈഫ അജിദു ബൈതൻ വഅൻത റബ്ബുൽ ആലമീൻ വഅൻത തസ്കുനു ഫീ, നിനക്ക് പാർക്കാൻ പറ്റിയ വീട് ഞാൻ എങ്ങനെ കണ്ടെത്തും? വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിനക്ക് പാർക്കാൻ പറ്റിയ വീട് എവിടെയാ? അപ്പോൾ പറഞ്ഞു, ശരിയാണ് മൂസ, എനിക്ക് പാർക്കാൻ പറ്റിയ വീട് ആകാശത്തും ഭൂമിയിലും ഇല്ല. ലൻ യസഅനി ലൻ തസഅനി അർളി വലാ സമാഇ വലാകിൻ യസഉനി ഖൽബു അബ്ദി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. എനിക്ക് പാർക്കാൻ എനിക്ക് വിശാലമേ അല്ല, അർളി എന്റെ ഭൂമിയോ വലാസമായി എന്റെ ആകാശമോ. എനിക്ക് പാർക്കാൻ ആകാശവും പോരാ, ഭൂമിയും പോരാ. എന്റെ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം എനിക്ക് പാർക്കാൻ മാത്രം മതിയാകും എന്ന് എന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബ് വഹി അറിയിച്ചു. ഇത് തന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ അർശാണ്. ഇവിടേക്ക് ഇറങ്ങിയാൽ ഇവിടേക്ക് വാതിലാണ് തുറക്കും. അപ്പൊ നോക്കിയ സംശയം തീരും. ഇത് വാദപ്രതിവാദത്തിന് നമ്മളെ അടുത്ത് നിരീശ്വരവാദി വന്നാൽ നമുക്ക് ശെക്കുണ്ടാക്കുന്നല്ലാതെ അവൻ്റെ ശെക്ക് കളയാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾ ബുക്കിൽ അറിവ് പറയാം. ബുക്കിലൊരു പരിധിയുണ്ട്. ചിന്തിക്ക്, അള്ളാഹുവിൻ്റെ ബുക്കിൽ പോലും 6000 ചില്ലാനും ബാക്കിയുള്ളൂ. അതിൻ്റെ ഉള്ളിലോ قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي. ഇനി ആദ്യം എന്ത് വേണം? അവൻ അള്ളാഹുവിൻ്റെ പുതപ്പ് വലിക്കുന്ന തർക്കത്തിൽ നിന്ന് മാറണം. അള്ളാഹിൻ്റെ പുതപ്പ് വലിക്കണ പണിയപ്പോ പഠിച്ചോൽക്കൊക്കെ എന്താ അള്ളാഹിൻ്റെ പുതപ്പ്? അൽ കിബ്രിയ ഉരിദാഇ, അള്ളാഹുവിൻ്റെ പുതപ്പ് കിബറാണ്. അത് അള്ളാഹ്ക്കേ ഉള്ളൂ, അള്ളാഹ്ക്കേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പോൾ പഠിച്ചവർക്കൊക്കെ കിബറായത് കൊണ്ട് അവർക്ക് ആകാശത്തെ മേലാപ്പ് അള്ളാഹു തആല തുറക്കൂല. അതുകൊണ്ട് തന്നെ ഒരാളെ ശെക്കിനെ തീർക്കാൻ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് കഴിയില്ല. മറ്റേത് ശെക്കുണ്ടായിരുന്ന 30 വാള്യം ഖുർആൻ തഫ്സീർ എഴുതിയിട്ടും ശെക്കുണ്ടായ ആൾ ശെക്ക് തീർക്കാൻ വേണ്ടി ഒരു ആലിമിനെ ആലോചിച്ചു. അങ്ങനെ ഗസാലി ഇമാമിനെ അന്വേഷിച്ച് നടന്ന അവസാനം കണ്ടെത്തിയപ്പോൾ ശെക്ക് ചോദിക്കേണ്ടി വന്നില്ല. യഖീനുള്ളവനോ? യഖീനുള്ളവന് പിന്നെ യഖീന് ചിലപ്പോൾ നാടനുണ്ടാവും. അറിവ് എന്ന് പറഞ്ഞ് മനസ്സിലായില്ല. അറിവ് എത്തേണ്ട അടുത്ത് എത്തിയില്ലെങ്കിൽ അറിവിൽ ശെക്കുണ്ടാവും. അറിവ് തീരല്ലാത്ത നാടന് മുമ്പ് പഴയ കാലത്ത് ഒരു തമാശക്കഥയാ എന്നോട് ഒരാൾ ഒരു ഉസ്താദ് പറഞ്ഞൊരു തമാശക്കഥയാണ്. എന്താ തമാശക്കഥ? പണ്ട് ഒരു ഉസ്താദ് ഒരു പള്ളിയിൽ പിന്നെ ഖത്തീബായി ജോലിയേറ്റ് സാധുവായ മനുഷ്യനും. അപ്പം അവിടെ കുറേ വഹാബികളുണ്ടായി. അങ്ങനെ വഹാബികൾ ഈ ഉസ്താദിനെതിരെ പ്രശ്നങ്ങളുണ്ടാക്കി. ഉസ്താദ് മറുപടി പറഞ്ഞു. ഉസ്താദിന് വിവരമൊന്നും അത്ര വലിയ തർക്കിക്കാനുള്ള വിവരമൊന്നുമില്ല. അവസാനം വഹാബികൾ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു. അങ്ങനെ വെല്ലുവിളി സ്വീകരിക്കല്ലാതെ ഉസ്താദിന് നിർവാഹമില്ലാതെ
അങ്ങനെ ഉസ്താദ് ഇത് എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ പറയാൻ ഞാൻ തമാശക്കഥയാ, അല്ലാതെ ഏത് കിതാബിലാന്ന് എന്നോട് ചോദിക്കരുത്, നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കൂടി ഒരു ഇബറത്തിന് വേണ്ടി ഞാൻ അത് പറയാം. അപ്പോൾ താടി കൈയും കൊടുത്ത് ഉസ്താദ് വാദപ്രതിവാദത്തിന് വേണ്ടി വെല്ലുവിളിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഏൽക്കല്ലാതെ ഇരിക്കാട്ടതൊന്നും അവർക്ക് അറിയില്ല, എന്താ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ചിലവ് ചോറ് പോയി അടുത്ത പേരിൽ നിന്ന് ചോറുണ്ടെന്ന് കൊടുക്കുന്ന ഒരു സാധുവായ നാടൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, എന്താ ഉസ്താദ് നിങ്ങളുടെ പ്രശ്നം? എൻ്റെ പ്രശ്നം എന്നോട് പറഞ്ഞിട്ട് നിങ്ങൾ പറയും പലവട്ടും പറയുന്നത് നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, ഇന്നെ അവർ വെല്ലുവിളിച്ചിരിക്കണം, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് നിങ്ങൾ ധൈര്യമായിട്ട് ഏറ്റോടി ഉസ്താദെ, അത് നമുക്ക് പ്രശ്നമില്ല. പറഞ്ഞിട്ട് കാര്യം എന്താ, നിങ്ങൾ വിചാരാണ് നിങ്ങൾ മുണ്ടേണ്ടി വരില്ല, പ്രശ്നം ഞാൻ തീർത്തരാം. അങ്ങനെ ചെലവുകൊണ്ടിരുന്ന ആളെ ധൈര്യത്തിന് ഉസ്താദ് ഏറ്റി. ഇത് തെളിവായി പിടിച്ചിട്ട് നാളെ ഇത് മക്കളകളാന്ന് പറയട്ട് തമാശ. അങ്ങനെ ഈ ചെലവുകൊണ്ടിരുന്ന ഇയാൾ ഉസ്താദും കൂടെ വാദപ്രതിവാദത്തിന്റെ സ്ഥലത്തേക്ക് പോയി. ഉസ്താദ് ഷൂ പുറത്തഴിച്ചു വെച്ച്, അപ്പോൾ ഇയാൾ ആ ഷൂ എടുത്ത് കൈ പിടിച്ചു. ഇയാൾ കൊണ്ടുവന്നത് വാദപ്രതിവാദത്തിന് ഇരിക്കുന്ന ആ സ്റ്റേജ് മേലെ അവിടെ കൊണ്ടുവന്നത് മേശന്റെ മുകളിൽ 2 വിഭാഗം ഇരിക്കുന്ന ഇതിന്റെ മേശന്റെ നേരെ ഉസ്താദിന്റെ ഷൂ ആണ് കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ അപ്പുറത്തിരിക്കുന്നവർ പറഞ്ഞു, എടുക്കണ ഷൂ അവിടുന്ന്. എടുക്കൂല, എടുക്കൂല. എന്റെ വഹാബികളുള്ള സ്ഥലത്ത് ഷൂ അങ്ങനെ പുറത്തു വെക്കാൻ പാടില്ല, അവർ കട്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചെലവുണ്ടെന്ന് ഇയാൾ. അപ്പൊ അവർ ചോദിച്ചു, അതിന് അക്കാലത്ത് വഹാബി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, അതന്നെ ഞങ്ങളും പറഞ്ഞത്, അക്കാലത്ത് വഹാബി ഉണ്ടായിരുന്നില്ല, അതിപ്പോ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അതുകൊണ്ട് ഇനി തൽക്കാലം വാദപ്രതിവാദത്തിന്റെ തീരുമാനമായല്ലോ. പറഞ്ഞു മനസ്സിലായില്ല? അതായത് നാടന് യക്കീനുണ്ടാവും, ഇനി ആലിമിനും യക്കീനുണ്ടാവും. ആലിമിന്റെ യക്കീനായി കഴിഞ്ഞാൽ അതിനെ ഒന്നിനും പൊളിക്കാൻ കഴിയില്ല. പക്ഷെ ആ ആലിം അല്ലാഹുവിൽ വാസിലാകണം. ഈ അള്ളാഹുവിൽ വാസിലായ ആളുകളാണ് ഇവിടെ ദീൻ നടത്തി. അവരെന്തൊക്കെ അവരെ കണ്ടൊരാൾക്ക് പിന്നെ നന്നാകാതിരിക്കാൻ പറയും കഴിയൂല. ശൈഖ് ഖലീഫ റളിയല്ലാഹു അൻഹു രാത്രി യാത്ര ചെയ്യാം, അപ്പോൾ ഒരാൾ തൊഴുത്തിൽ നിൽക്കണ കണ്ടു. മനസ്സിലായി, കള്ളനാണ്. ഉമ്മു അബൈദിലൊക്കെ അക്കാലത്ത് കള്ളന്മാർ അധികരിച്ച ഒരു കാലഘട്ടമാണ് ആ കാലം. അങ്ങനെ ഇത് തൊഴുത്തിൽ നിൽക്കുന്ന ആളടുത്തേക്ക് ചെന്നു. കള്ളനാണില്ലേ, എൻ്റെ ഒപ്പം പോരുക, ഇറക്കിക്കൊണ്ടു. അത് സാധുക്കളായ കുടുംബം, അവർക്ക് ആകെ ഉപജീവന മാർഗം ആ പശുവിൻ്റെ പാല. ആ കുട്ടികൾ ബുദ്ധിമുട്ടും, അത് യത്തീമക്കളെ പശുവാണ്, അത് വേണ്ട, ഇതിൻ്റെ കൂടെ പശുവല്ലേ വേണ്ടത്, ഞാൻ ഒന്ന് സംഘടിപ്പിച്ചാലാണ്. നേരെ പോയി കൂട്ടിക്കൊണ്ടേ കള്ളനെ. സ്വന്തം മകളെ പേരെ കൊണ്ടേ, മകളുടെ മക്കൾ വളർത്തുന്ന ഒരു പശുണ്ട്, ഞാൻ നാളെ അവർക്ക് പറഞ്ഞ് വില ആവശ്യം വന്നാൽ ഞാൻ വില കൊടുത്തോളാം, ഇല്ലെങ്കിൽ അവർ എനിക്ക് പൊരുത്തപ്പെട്ട് തരും. ഏതായാലും എനിക്ക് അധികാരമുള്ളതാണ്. തൊഴുത്തിൽ കയറി പശുവിനെ അഴിച്ച് കള്ളൻ്റെ കൈ കൊടുത്തു. കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇനിയിപ്പോൾ ഈ പശു ഇതിവിടെ എൻ്റെ തറവാട്ടിലെ പശുവാണെന്ന് എല്ലാവർക്കും അറിയും, അതുകൊണ്ട് ഞാൻ തന്നെ നിൻ്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ നിൻ്റെ ശിഷ്യന്മാരാരെങ്കിലും കണ്ടാൽ നിനക്ക് പശു നഷ്ടപ്പെടും, കുതിര തല്ലും കിട്ടും എന്ന് പറഞ്ഞ് ഉമ്മു അബീദ് കഴിയുന്നത് വരെ ആ രാത്രി കൂടെ നടന്ന് കൊടുത്ത് കള്ളനെ സ്വന്തം ഗ്രാമത്തിലേക്ക് കയറ്റി വിട്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. നേരം വെളുക്കുമ്പോൾ ഇതേ പശുവും കൊണ്ട് അയാൾ തിരിച്ചെത്തി. കാൽക്കൽ വീണു, മാപ്പാക്കണം, ഇനി ഉണ്ടാവില്ല. എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? ആ കള്ളൻ ആ രാത്രി അള്ളാഹുവിൻ്റെ മുഅ്മിനായ അബ്ദായി. മനസ്സിലായോ? ചിന്തിക്ക്. ഇതാണ് അവരോടൊരാൾ വർത്തമാനം പോലും പറയണ്ട, അവരെ കണ്ടാൽ മതി. അവരെ കണ്ടാൽ അവരെ കൽബിൻ്റെ, അവരെ മുഖത്തിൽ അവരെ ഹൃദയത്തിൻ്റെ വെളിച്ചുണ്ടാവും. ആ വെളിച്ചത്തിൽ ലോകം മുഴുവൻ ഉണ്ടാവും. കാന ഖലീലൽ കലാം, ലോകത്തെ മുഴുവൻ നന്നാക്കാൻ വേണ്ടി വന്ന മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ. വളരെ കുറഞ്ഞ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കി, നീട്ടുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. ഈ ഇവിടെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരാ എന്താ അവർ പഠിപ്പിച്ചത്? ഇൽമ്. ഈ ഇൽമൊക്കെ എങ്ങനെ ലഭിച്ചു? ഈ ഇൽമ അല്ലാഹു ഇത് ഏത് കാലഘട്ടങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? എന്നാൽ ആയുസിന്റെ ഒരു വലിയ ഭാഗവും ഇങ്ങനെ നടക്കുകയാണ്. അനർഘമായ വിജ്ഞാനം, ചെറിയ വിജ്ഞാനമൊന്നുമല്ല, അനർഘമായ ഈ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ കണ്ട കിതാബുകളുടെ കൂട്ടത്തിൽ എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ച കിതാബാണ് റിയാദുൽ മുഹമ്മദിയ്യ. ഒരു നിലയ്ക്ക് ഈ കിതാബിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയാണ് ഈ പ്രഭാഷണത്തിൽ ഞാൻ വന്നതും. ഇൽമിൻ്റെ മഹത്വം പറഞ്ഞാൽ അവസാനിക്കൂല. വല്ലാത്ത കിതാബാണ്. അവർ മരിച്ചു പോയാലും ഇൽമ മരിക്കൂല. ഇന്നൊന്നും ഇങ്ങനത്തെ വിവരത്തെ മനുഷ്യൻ ആശ്രയിക്കുന്നില്ല. ഇതിൻ്റെ ഒരു പേജ് വായിച്ചാൽ പോലും ഹൃദയം ശുദ്ധിയാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു പേജ് വായിച്ചാൽ മതി, ഹൃദയം ശുദ്ധിയാവും. ഹൃദയം ശുദ്ധിയാകുന്ന വിവരമല്ലാത്തൊരു വിവരവും ഇതിൽ പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് ചിന്തിക്കുക. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ പല വിധത്തിലാണ്. അവർ ചിലർ മുദരിസ്മാരാവും, ചില ആളുകളോ മുഅല്ലിഫുകളാവും, ചില ആളുകളോ യോദ്ധാക്കളാവും, ചില ആളുകളോ ഖാദിമുകളാവും. എല്ലാം അവർ പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന് വേണ്ടി പണിയെടുത്തവരാണ്. അവരുടെ മഹത്വത്തിന് വേണ്ടി പണിയെടുത്തവരല്ല. ഇന്ന് നമ്മൾ കിതാബ് വായിക്കും, പക്ഷേ അള്ളാഹുവിൻ്റെ പുറപ്പിൽ പിടുത്തം കൂടുന്നത് കൊണ്ട് ആ കിതാബിൻ്റെ ഉപകാരം നമുക്കില്ല. കിതാബ് പഠിക്കാൻ വേണ്ടി വന്നു ബഹുമാനപ്പെട്ട ഒരു കുട്ടി. ഏതാ കുട്ടിയല്ല? ഹസനുസ് സഞ്ചരി ഉസ്മാനുൽ ഹാറൂനിയുടെ അടുത്ത് വന്നു റളിയല്ലാഹു അൻഹു. അക്കാലത്ത് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ കറാമാത്തുകൾ വെളിപ്പെടാത്ത കാലമായിരുന്നു. അപ്പോൾ കറാമത്തിനെ കണ്ട് ഷെയ്ഖിനെ തേടി വന്നവരെല്ലാം കറാമത്ത് കാണാതായപ്പോൾ തിരിച്ചുപോയി. കുട്ടി പോയില്ല. എല്ലാവരും ശിഷ്യന്മാരൊക്കെ പോയി, മുരീദന്മാർ പോയി. എൻ്റെ ഇപ്പോൾ കറാമത്തൊന്നും കാണിക്കണില്ല. ആളുകൾ പറയാൻ തുടങ്ങി അത് കാന വലാകിൻ റുഫിഅത അൻഹു. വലിയ ഔലിയാക്കായിരുന്നു, ഇപ്പോൾ ഉയർത്തപ്പെട്ടു. ഇപ്പോൾ ഔലിയൊന്നും അല്ല. ഇപ്പോൾ സ്വന്തം കുട്ടിക്ക് തലവേദന ഉണ്ടായാൽ ഏതെങ്കിലും മുഅല്ലിമ് മന്ത്രി ചൂതി കൊടുക്കണം. ഇയാൾ മന്ത്രി ചൂതി കൊടുത്ത വെള്ളം കൊണ്ട് സ്വന്തം കുട്ടികളെ തലവേദന വരെ മാറില്ല. ഒരു കറാമത്ത് വെളിവായില്ല. ആരിൽ നിന്ന്? ഉസ്മാനുൽ ഹാറൂനിയിൽ നിന്ന്. ആളുകളൊക്കെ പോയി, കുട്ടി പോയില്ല. അപ്പോൾ കുട്ടിയോട് ചോദിച്ചു, എൻ്റെ പോണില്ലാറും എൻ്റെ കറാമത്തൊന്നും ഇല്ലല്ലോ, എന്തിനാ നിൽക്കുന്നത്? ഞാൻ കറാമത്ത് തേടി വന്നതല്ല, ഞങ്ങൾ തേടി വന്ന. എന്നാൽ പോരിയാറും 20 കൊല്ലം നടത്തി. എന്താ പഠിപ്പ്? കിതാബോത്തല്ല. എന്താ പഠിപ്പ്? ഒരു പാണ്ടക്കെട്ടിൽ നിറയെ സാധനങ്ങൾ ഇട്ട് കൊടുക്കും, എന്നിട്ട് ഷെയ്ഖിൻ്റെ പിന്നാലെ നടക്കണം. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അങ്ങനെ നടക്കണം. അതെന്നെ നടത്തം. ബാണ്ടക്കെട്ടിൻ്റെ ഇടക്കിടക്ക് ഷെയ്ഖ് പിടിച്ച് ബാണ്ടക്കെട്ടൊന്ന് പരിശോധിക്കും. എങ്ങാനും കനം കുറഞ്ഞതാണെങ്കിൽ കുറച്ച് കല്ലും കൂടി ഇട്ട് കൊടുക്കും, എന്നിട്ട് തലയ്ക്ക് വെച്ച് കൊടുക്കും. നടക്കണം. നടന്ന് ക്ഷണിച്ചാൽ ഷെയ്ഖ് കിടന്നുറങ്ങും. കുട്ടി ഈ ബാല്യക്കാരൻ ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണം കഴിച്ചാൽ പിന്നെ നടക്കണം. അപ്പോൾ കുട്ടിക്ക് എന്തില്ല? റെസ്റ്റില്ല. 20 കൊല്ലാണ് നടത്തി. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ മുസ്തഫ നബി റൗളയിൽ നിന്ന് പറഞ്ഞു, ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഇനി ഇന്ത്യയിലേക്ക് പോയിക്കോട്ടെ എന്ന്. അങ്ങനെ ഉസ്മാനുൽ ഹാറൂനിയുടെ സമ്മതം വാങ്ങി മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ പ്രതിനിധിയായി ഇന്ത്യയിൽ വന്നതാ. ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ജനങ്ങൾ മുസ്ലിമായി. എന്തെന്ന് പഠിപ്പ്? ഏറ്റി നടക്കുക. ആരുടെ പിന്നാലെ? ഷെയ്ഖിൻ്റെ പിന്നാലെ. കിബിറാണ് പോയി. നമുക്ക് 1000 കിതാബ് ഓതിയാലും നമ്മളെ കൊണ്ട് ഒരാൾ നന്നാവില്ല, നമ്മളും നന്നാവില്ല. എന്ത് പുറത്തു പറയണ്ട ഞങ്ങളോട് സ്വകാര്യം പറയണം. നമ്മളേതായാലും നന്നാവില്ല, നാട്ടിൽ നന്നാവില്ല. എന്തുകൊണ്ട്? നമ്മൾ അല്ലാഹുവിൻ്റെ പുറപ്പിന് കൊടുത്തപ്പെടുന്നവരാ. നമുക്ക് പിഴച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്ത് വലിപ്പത്തരാണ്? നമുക്ക് പിഴച്ചു എന്ന് അറിയില്ല. വലിപ്പത്തരം പിഴക്കാലോ, മനുഷ്യന്മാരല്ലേ. എനിക്ക് പിഴക്കൂലെന്ന് എന്തിനാ പറയുന്നത്? പിഴക്കാലോ, പിഴക്കണ്ടേ? മനസ്സിലായോ പറഞ്ഞത്? മനുഷ്യനല്ലേ? മനുഷ്യനാരായാലും മനുഷ്യനെ ചിന്തിക്ക. ഖുർആനിൽ അവസാനമായി മനുഷ്യനെ പറ്റി പറഞ്ഞത് ശൈത്താനാന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഖുർആനിൽ ആയത്തില്ല, സദഖല്ലാഹുൽ അളീം എന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ, പിരിഞ്ഞു പോകുമ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞു പോവുക. നിങ്ങൾ ഇവിടെ ഉണ്ടോ അല്ലേ? ഞാനിത് ഈ ആയുസ് വലിയൊരു കാലം ആലോചിച്ച വിഷയം അല്ല. പിരിഞ്ഞു പോണ നേരത്തെ അല്ലാഹു തആലക്ക് എന്ത് പറയാം? സംഗതി ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ തിരക്കടില്ല കേട്ടാ. അവസാനം ഞാൻ പിന്നെ എങ്ങനെ ആലോചിച്ചു, മിനൽ ജിന്നത്തി വന്നാസി എന്ന് പറയുന്നതിന് പകരം മിനൽ നാസി വൽ ജിന്നി എന്ന് പറഞ്ഞാൽ ജിന്നുകളെ തലേക്ക് ഒരു തൊപ്പിട്ട് പോയാലും ഏതായാലും ഓരോ പാപ്പ ഇബ്ലീസ് അല്ലേ, അവരെ പിന്നിലാക്കി അവസാനം നമ്മൾ ശൈത്താനാന്ന് പറഞ്ഞിട്ട് ഖുർആൻ പിരിഞ്ഞത്. തുടങ്ങിയതോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നെ പറഞ്ഞു മനുഷ്യൻ തന്നെ ശൈത്താനാണ്. അപ്പോൾ എന്തായാലും മേന ഇജ് നിന്നെ തൊട്ടെന്നെ കാവലിനെ തേടിക്കോ, വലിയ ശൈത്താൻ ഇജന്നെ. ഇത് ശൈഖന്മാർക്ക് തീരും, അവരിങ്ങനെ പറയും. നമ്മൾ പഴയ കാലത്ത് സ്കൂളിലൊക്കെ വലിയ യൂത്ത് ഫെസ്റ്റിവൽ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുന്ന കാലത്തുണ്ടായിരുന്നു ഒരു ചുരണ്ടൻ ഐസ്, ഒരു ചിരവ് പോലത്തെ സാധനം ഇങ്ങനെ കടത്തി വെക്കും. എന്നിട്ട് ഐസിൻ്റെ കട്ട ഉണന്നത് ഇങ്ങനെ അപ്പം പാത്രം വെച്ചിട്ടുണ്ടാവും. ആ പാത്രത്തിൽ നിങ്ങളിത് കണ്ടിട്ടില്ലേ? അല്ല, നിങ്ങളൊന്നും ചെറുതായി വലുതായതല്ല, നിങ്ങളൊക്കെ എങ്ങനെയാണ് പഠിച്ചത് ഇല്ലേ? പറയും നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞു? ഈ ജാതി മനുഷ്യന്മാർ ചോരട്ടും അടി കൂടെ അങ്ങനെ പോവും.
നമ്മൾ ചുരണ്ടാൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? കിട്ടിയതൊക്കെ മാത്രം നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ജഹില് വാരിക്കൂട്ടി. ഇമാം ഷാറാനി മിസ്റിലെ ഖാദിയായിരുന്നു. ഒരാൾ സുബഹി നിസ്കരിച്ചിട്ട് പള്ളിയുടെ മുന്നിൽ വന്ന് അങ്ങനെ ഇരിക്കും, പള്ളി നിസ്കരിക്കാൻ കയറൂല. അപ്പോൾ ഇമാം ഷാറാനി തങ്ങൾ ഒരു ദിവസം സുബഹി നിസ്കരിച്ച് പോകുമ്പോൾ ദേഷ്യം വന്നു. എൻ്റെ തൻ്റെ ഇവിടെ ഇരിക്കണേന്ന് പറയുക പള്ളിയൊക്കെ ഒന്ന് കയറിക്കൂടെ എന്ന് ചോദിച്ചു. പള്ളിൻ്റെ മുന്നിലിരിക്കുക, സുബഹി നിസ്കരിക്കാൻ കയറൂല, മഞ്ഞിലിരിക്കുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ കൂടെ അല്ലേ? ഇയാൾ പള്ളിയെ കയറൂല. അപ്പം സുബഹി നിസ്കരിച്ച് വരുമ്പോൾ സമയത്ത് ഈ ആളെ കണ്ടിട്ട് ദേഷ്യം വന്നു. അപ്പം സൈനബ്, എടാ സൈനബാൻ്റെ ഹിമാറെ ഈ ആക്ഷേപിക്കാന്ന് വെച്ചു. അപ്പോൾ മാപ്പാക്കണം. എന്തുകൊണ്ട്? ഈ പറഞ്ഞത് ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. ഇതാരും അറിയില്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. വീട്ടിൽ ചെന്ന് ഭാര്യയോടുമായി രാത്രി സല്ലപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരികളുടെ അവരൊക്കെ ഭർത്താക്കന്മാർ കുതിരപ്പുറത്ത് അവരെ കൊണ്ടുപോകും. നിങ്ങളിപ്പോൾ ഇവിടുത്തെ കാതിൽ കുളാത്ത, നിങ്ങളിപ്പോൾ ഏതായാലും ഇന്നെ കുതിരപ്പുറത്ത് കൊണ്ടുപോകില്ല. എനിക്കാകട്ടെ കുതിരപ്പുറത്ത് പോകാൻ വലിയ പൂതിയാണ്. എന്നാൽ ഈ കുതിരപ്പുറം വേണ്ട, നിങ്ങളൊന്ന് കയ്യും കാലും കുത്തി ഇതിൻ്റെ മുറിയിൽ കൂടെ ഒന്ന് നടക്കി, നിങ്ങളെ പുറത്ത് ഞാനൊന്ന് കയറി കുത്തിരിക്കട്ടെ കുറച്ച് നേരം. അവളാകട്ടെ ഇഷ്ടപ്പെട്ട ഭാര്യ. അപ്പോൾ ഭാര്യ ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് ഇമാം ഷാറാനി എന്ത് ചെയ്തു? മിസ്റിലെ വലിയ സയ്യിദുൽ മുദരിസീന, മുദരിസന്മാരെ നേതാവായ മാതൃകാ ദർസിൻ്റെ ഇമാമ. അപ്പോൾ അവർ ആരും കാണൂല, വാതിലടച്ചതല്ലേ. വാതിലടച്ച നേരായതുകൊണ്ട് ഭാര്യക്കാകട്ടെ സന്തോഷമാകുമാണ്. രാത്രി ഭാര്യയിൽ നിന്ന് സന്തോഷം കിട്ടണമെങ്കിൽ അവൾക്കൊന്ന് സന്തോഷം അങ്ങോട്ട് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കയ്യും കാലും കുത്തി നിന്നിട്ട് എന്നാൽ നീ കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഓള് ഭാര്യ പുറത്ത് കയറിയിരുന്നു. മുറിയിൽ കൂടെ അങ്ങനെ നടന്നു, കുറേ ചുറ്റി. അപ്പോൾ മതിയായി വെച്ചു, മതിയായി ഇറങ്ങും. പിന്നെ രണ്ടാളും കയറി കിടന്നു, ഉറങ്ങി. അവർക്ക് വേണ്ട സന്തോഷമൊക്കെ എടുത്തു. രാവിലെ കുളിച്ചു, പള്ളിയിൽ വന്നു. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഈ വയസ്സിനെ ആക്ഷേപിച്ച്. അപ്പോൾ പറഞ്ഞു, റാറ്റിബിന് ഇന്നെ ആക്ഷേപിക്കടാ ഹിമാർ സൈനബെ, സൈനബാൻ്റെ ഹിമാറായി ഇന്നലെ നടന്നവനെ. മാപ്പാക്കണമെങ്കിൽ പഠിച്ചൊക്കെ നടക്കുകയായിരുന്നു. 3 മാസം ഒരു ദിവസം നടത്തണ്ട, ഒരു കിതാബ് നോക്കണ്ട. ആ വയസ്സനാണ് അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു. ആ ആളാണ് ഇമാം ഷാറാനിയുടെ ഷെയ്ഖ്. മനസ്സിലാവല്ലോ പറഞ്ഞത്? ആ ഇമാം ഷാറാനിയാണ് പിന്നെ ലത്തായിഫുൽ മിനനെ പോലെ ലോകം കണ്ട കിതാബുകൾ നമുക്ക് എഴുതുന്നത്. ഇന്ന് സൂഫി ചക്രവാളത്തിലെ രാജാവാണ്, സുൽത്താനാണ് ആര്? ഇമാം ഷാറാനി. ഇമാം ഷാറാൻ്റെ യഥാർത്ഥ ഷെയ്ഖാര അലിയുൽ ഖവാസ. ഈ അലിയുൽ ഖവാസാണ് ഇമാം ഷാറാനിയോട്, മിസ്റിലെ വലിയ മുദരിസിനോട് എന്ത് പറഞ്ഞത്? ജിന്നെ ആക്ഷേപിക്കാനോ? എടാ നീ മാറു സൈനബെ. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അതുവരെ എന്തായിരുന്നു? ഞാൻ വലിയ ആളാണെന്ന് ധാരണ. അപ്പൊ പൊളിഞ്ഞട് പോയി ചുരണ്ടി